മരിക്കാത്തവന്റെ ആത്മാവിനെ അല്ലാഹു പിടിക്കുന്നത് ഉറക്കത്തിലാണ്. ഫയുംസികുൽ ലതീ ഖദാ അലൈഹൽ മൗത്ത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. ഉറക്കത്തിൽ മരിച്ചു, രാത്രിയിൽ ഉറങ്ങിയതാണ്, ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതാണ്, പിന്നെ അദ്ദേഹം എണീറ്റിട്ടില്ല നമ്മൾ പറയാറുണ്ട്. ഒരു കുഴപ്പമില്ലായിരുന്നു, ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതാണ് അല്ലേ. നേരം വെളുത്ത് വിളിച്ചു നോക്കുമ്പോൾ ആൾ എണീക്കുന്നില്ല, മരിച്ചുപോയി. അല്ലാഹ് ഉറക്കത്തിൽ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്ദേശിച്ച ആൾക്കാരെ അത് ഉറക്കത്തിൽ പിടിക്കും. അതുകൊണ്ടാണ് സഹോദരന്മാരെ പറയണത് വെച്ചാൽ ഈ ഉറങ്ങണ നേരത്ത് ഒതുവെടുത്ത് പ്രാർത്ഥിച്ച് ദിക്റൊക്കെ ചൊല്ലി വലത് ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളത് ഒരു ചെറിയൊരു ടാസ്ക് ആണ്. പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ലേറ്റായി ഉറങ്ങുമ്പോൾ പിന്നെ നേരം കിട്ട് വെട്ടിയിട്ട പോലെ വീഴുക ചെയ്യാം. മരണം ഒന്നുകിൽ ഡേ ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈം ആ സംഭവിക്കാം. നൈറ്റ് ടൈം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒരുങ്ങാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഉറങ്ങണ സമയം. ഈ ദിക്റുകളൊക്കെ എടുത്തിട്ട് ഒരാളാണ് മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ചിലപ്പം മരണം ഉറക്കത്തിലായിരിക്കും. ഉറക്കത്തിൽ മരിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കാത്ത ആൾക്കാരെ നമ്മളൊക്കെ തുടങ്ങാൻ നീച്ചിക്കണം. നാളെ പ്രഭാതത്തിൽ നമ്മൾ ഉണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല.